ഹലോ ഗായ്സ്, വെൽക്കം ടു കപ്പിൾ. അപ്പൊ ഇന്ന് നമ്മളെ ഈദ് വ്ളോഗാണ്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര എനർജറ്റിക് ആയിട്ട്. പക്ഷെ ഇത് ഈദ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന ഷോർട്ടാണ്. അതെ, സുബൈക്ക്. അതാണ് ഇത്ര എനർജി. അന്ന് ഇതിന് ഒരു എനർജിയും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് അതൊന്നും പറയാച്ചിട്ടാണ്. ഉറങ്ങിയിട്ടില്ല. നേരെ താത്താട് റിയാസ് കടയായിരുന്നു ഫുഡ്. അപ്പൊ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അവിടുന്ന് വന്ന് നേരെ കുളിച്ച് പള്ളിയിൽ പോയി. ഇവൾക്ക് തീരെ വയ്യ, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവള് കെടുപ്പിലാണ്. ആ ടൈം ആകുമ്പോൾ ഏകദേശം ടയർഡായി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഇപ്പോ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാല് നമ്മൾ കുളിച്ചൊരുങ്ങി ഇവളേറ്റ് പുറത്തിറങ്ങുക, ഫോട്ടോ എടുക്കുക. ഞങ്ങളെ പള്ളി കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം ഒരുമിച്ച് പള്ളിയിൽ പോകണം എന്നൊക്കെ പ്ലാൻ ആയിരുന്നു. അത് എന്തായാലും കൊള്ളാം. അപ്പൊ നിർബന്ധമായിട്ടും എനിക്കൊരു ഇതുണ്ട്. പണ്ട് മുതൽ അമ്മ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും പഴംപൊരിയൊക്കെ കഴിക്കണമെന്ന്. അത് ഉമ്മുള്ള കാലത്തുള്ള ഒരു ഇതാണ്. വീട്ടിലെ പഴത്തിന് മാവടക്കം ഞാൻ കലക്കി വെച്ചിട്ടാ. പക്ഷെ പഴമൊന്നും വാങ്ങാൻ ഒന്നിനും പറ്റിയില്ല, കിട്ടും ചെയ്തില്ല. ടൈം ഒരുപാട്. അപ്പോ ഇവളെ വയ്യാത്ത കാരണം നമ്മളെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നൈറ്റത്തെ തലേ ദിവസത്തെയും പിന്നെ ഉച്ചക്ക് മുതലുള്ളതും നമ്മളിതിൽ ഇട്ടത്. അതുകൊണ്ടാണ് നല്ലൊരു അടിപൊളി പെരുന്നാളായിരുന്നു. പ്രതീക്ഷിക്കാതെ ഒരു നല്ലൊരു പെരുന്നാൾ കഴിഞ്ഞ്. തീർച്ചയായും. അപ്പോ എല്ലാരും നമ്മളെ വീഡിയോ കാണാ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈദ് മുബാറക്. ഈദ് മുബാറക്. താത്താടെ അടുത്ത് പോയി. അപ്പൊ തന്നെ താത്ത ചെറിയൊരു പരിപാടി അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പോവാണ്. നാളെ ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വേണം. ബിരിയാണി ചെമ്പാ. അപ്പൊ എടുക്കാൻ വേണ്ടി പോവാണ്. കൊറേ ആൾക്കാരില്ലേ. പോണ വഴിക്ക് നമുക്ക് സമയത്ത് കൊറ്റൂര് വിളിച്ച് നമുക്ക് ഇറച്ചി ഉണ്ട്. ചിലപ്പോ ഇറച്ചി തന്നെ ആവും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അരിയോ എന്തെങ്കിലും ആവും. ആളെന്തെങ്കിലും നമുക്ക് കൊടുന്നല്ലുണ്ട്. അപ്പൊ ആള് ഇപ്പൊ നമുക്ക് കാണാം. അപ്പൊ അമീത് കുറ്റൂരിന്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാം. അതെ, അപ്പൊ മക്കളും അവിടെ ഉണ്ട്. എല്ലാരും ഹാപ്പിയാണ്. റുവ നികത്തമ്മ ഇട്ട് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. സൂപ്പറാ, സിങ്കുട്ടുണ്ട്, നല്ല കളർ ആൻറ്റി ഇട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാരും ഇട്ടുണ്ട്. രഹാൻകുട്ട അത് അങ്ങനെ മൈലാഞ്ചൊക്കെ കയ്യിൽ പിടിച്ച് എല്ലാറ്റിനും നല്ല കോപ്പറേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഞങ്ങളെ കൂടെ ഉണ്ട് അല്ലേ. സിങ്കുന്റെ കയ്യിലുണ്ട്. അപ്പൊ എല്ലാരും ഡ്രസ്സൊക്കെ എടുത്തില്ലേ? നാളെ എന്ത് ഡ്രസ്സാ ഇടുക? പുതിയ ഡ്രസ്. മോളോ മോനോ മോളോ എത്ര മോനോ? രഹാന് സ്കിൻ കളർ അല്ലേ? അങ്ങനെ അപ്പൊ ഇവര് ഇപ്പൊ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് സെറ്റ് ഞാൻ അമീത് കുറ്റൂരിനെ പോയി കാണാം. അപ്പൊ പെരുന്നാളിന്റെ ഒരു വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ രാവിന്റെ വൈബിലേക്ക് ഇവരൊക്കെ കണ്ടപ്പോ ആ ഒരു വൈബ് വന്ന്. ഹമീദൊക്കെ ഉണ്ട് കൂടെ. കുട്ടികളൊക്കെ ഇറങ്ങി. നമ്മള് ഹമീദൊക്കെ നമുക്ക് പെരുന്നാളിന്റെ ചെരുപ്പൊക്കെ ആയിട്ട് വന്നിക്കാണ്. കൊറേ ചെരുപ്പുകളുണ്ട്, ഒരുപാട് ചെരുപ്പുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെരുപ്പ് എടുക്കാം. അതെ, എല്ലാവർക്കും ഫ്രീ ആണ്. എല്ലാവരോട് പറയാൻ ആ ബംഗാളി മാർക്കറ്റിലാണ് പോയിട്ട് അപ്പൊ മക്കൾക്കൊക്കെ ചെരുപ്പുണ്ട്. പെരുന്നാൾ രാവായിട്ട് പുതിയ ചെരുപ്പൊക്കെ ഉണ്ട്. എല്ലാരും ഹാപ്പി. റുവാണ്ട് എത്ര വീഡിയോ അമീദ് ഖാന്റെ എല്ലാരും കണ്ട്. സിംഗുണ്ടാ? അങ്ങനെ ഗായ്സ്, അമീദ് ഖാടേക്ക് ഒരുപാട് ചെരുപ്പ് എടുത്ത് ഇതാ മക്കളൊക്കെ എടുത്തേക്കുന്ന വണ്ടിയിൽ കുറെ കയറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും എടുത്തിട്ടുണ്ട്, പറക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കൊല്ലം അമീദ് ഖാ സെയിം തന്നതാണ് ഇപ്പൊ ഇവള് ഇട്ടിട്ടുള്ളത്. കാണിച്ചു കൊടുത്തേ. അപ്പൊ ഭയങ്കര ഉപകാരമാണ് ഇങ്ങനത്തെ കുറെ സംഭവങ്ങള്. അപ്പൊ താങ്ക് യു അമീദ് ഖാ. പിന്നെ അത് തന്നോർക്കും തീർച്ചയായിട്ടും ഹയർ കൊടുക്കട്ടെ. ഞങ്ങൾ അത്യാവശ്യം ചെരുപ്പ് പറക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളെ ഭാഗ്യം ഓരോരുത്തർക്ക് കൊടുക്കണ്. എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കും. അപ്പൊ ശുക്രാൻ. ഓക്കെ, ഈദ് മുബാറക്. ഈദ് മുബാറക് എല്ലാവർക്കും. ഈദ് മുബാറക് പറഞ്ഞേ. ഗായ്സ്, ഞങ്ങളിപ്പോ എടുത്ത ചെരുപ്പുകളാണിത്. ഇന്റെ സീറ്റില്, അവളെ സീറ്റില്, ഇതാ ബാക്കില് മക്കളെ എത്രയോ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. എല്ലാരും ഇടട്ട ചെരുപ്പ്. അങ്ങനെ പ്രകൃതിയായി ഞങ്ങൾ ബിരിയാണിയുടെ പണികൾ തുടങ്ങിയിരിക്കുന്നു. ഫർഹാൻ താത്ത
കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ, തട്ടിട്ടില്ല. സുകന്യ നല്ല പണിയിലാണ്, ഒന്നും പറയണ്ട. പെരുന്നാളിന്റെ ഒരു വൈബിലാണ്. മട്ടൻ ബിരിയാണിയാണ്. കുക്കറിൽ ഇതാ മട്ടൻ സെറ്റായിട്ടുണ്ട്. 2 കുക്കറിലായിട്ടാണ് സെറ്റാക്കിയത്, അത്രയും ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളിന്ന് അതെ, അപ്പൊ അടുക്കളയില് ബിരിയാണി പരിപാടി സമൃദ്ധിയായി നടക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, അവര് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇവർക്ക് മൈലാഞ്ചി ഇടാൻ തിരക്കൂട്ടി വിളിക്കണം. അപ്പൊ ഞാനാണ്, എന്താവോന്നൊന്നും അറിയില്ല. സ്റ്റിക്കറാണ്, സ്റ്റിക്കർ മര്യാദയ്ക്ക് വെച്ചു കൊടുക്കേണ്ടവർക്ക്. അപ്പൊ അതിന്റെ ഒക്കെ പരിപാടിയിലാണ്. പിന്നെ എന്താ പറയാനുള്ളൊരു വാക്ക്, 2 വാക്ക് മൈലാഞ്ചി. നല്ല ഇഷ്ടമാണ്. കൊറേ നേരമായി വിളിച്ചോണ്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് മനസ്സിലായത്, സിംഹാട പറ്റില്ല. അപ്പൊ ഞങ്ങള് മൈലാഞ്ചി ഇടട്ടെ, എന്നിട്ട് വരാം. ഞങ്ങൾ മൈലാഞ്ചി ഇടൽ തുടങ്ങിയപ്പോൾ തരാം അതാ അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ. 2 ആളുടെയും കയ്യുമിടലൊക്കെ കഴിഞ്ഞ് ഇത് സ്റ്റിക്കർ പറഞ്ഞു വരുന്നൊക്കെ ഉണ്ട്. നാളെ എന്താവും എന്നുള്ളത് അറിയാം. കൊളാവോ സെറ്റാവോ ലെറുവ രഹാൻകുട്ടി അതെങ്ങനെ ഫുൾ സപ്പോർട്ട് പാട്ടൊക്കെ വെച്ച് തന്നിട്ട് ഇങ്ങനെ ഫുൾ സപ്പോർട്ടിലൂടെ ഉണ്ട്. അപ്പൊ എന്താണ് നാളെ എന്താണ് മസാല റെഡി ആക്കിക്കൊണ്ടിരിക്കണേ സുകന്യ. പിന്നെ ഇതാ മട്ടൻ സെറ്റാണ്. ഇനി എന്താ പറയാ, റൈസൊക്കെ ചെയ്യണം, എന്നിട്ട് ദമ്മിടണം. കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ ചില്ലിക്കുള്ള മസാല ഇതാ ഫുള്ളായിട്ടില്ല. അങ്ങനെ കുറെ പണികളുണ്ട്. ഞാൻ മക്കൾക്ക് മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇവർക്കൊരു ഊർജ്ജമൊക്കെ കൊടുക്കണേ, സപ്പോർട്ട് ചെയ്തിട്ട് കാണാനില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയൊക്കെ. നാളെ കാണാം. ഇത് മുബാറക്. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് താത്താരുടെ അടുത്തേക്ക്. ഞങ്ങൾ ലേറ്റ് ആയിക്കണ്. നീക്കലും പിന്നെ റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ലേറ്റായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്. എല്ലാരും ഇവിടെ എത്തിണ്ടാവും, നമ്മളാവും ലാസ്റ്റ്. എന്തായാലും പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയിക്കാം. അങ്ങനെ ഗായ്സ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. രഹാൻകുട്ടൻ റെഡിയായി, റുവ ഉറങ്ങി എഴുന്നേറ്റിട്ട് റെഡിയായിട്ടില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. ഉറങ്ങണം എന്ന് ഇനിയും തോന്നുന്നുണ്ട് അവൾക്ക്, പക്ഷെ ഉമ്മ സമ്മതിക്കില്ല അല്ലേ. അപ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മൈലാഞ്ചി കാണിച്ചു കൊടുത്തേ. ഇന്നലെ രാത്രി ഇട്ടതാണ്. ഇപ്പോൾ ചോത്ത് ഹാപ്പി ആയിട്ടിരിക്കണം മറ്റാള്. ഇനി ഡ്രസ്സ് ചെയ്തിട്ട് റുവാനെ കാണിക്കുന്നതാണ്. ഇനി രാനെ കുറച്ച് നീങ്ങുന്ന ഫുള്ള് ഡ്രസ്സ് കാണട്ടെ. അപ്പോൾ രഹാൻ്റെ ഡ്രസ്സാണ് ഗായ്സ് ഇത്. പൊള്ളി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇനിയും ഫാമിലീസ് വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഈദ് മുബാറക് പറയും. ഇവിടെ മിസ്റ്റർ കുക്ക് എവിടെ പോയാലും കിച്ചണിൽ കയറും, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അല്ല, കാര്യത്തിന് അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട്. എന്താണെങ്കിലും ചെയ്യും, വെറുതെ ഇരിക്കില്ല. അപ്പൊ നല്ല ഏതാ മീനാത്ത ഫിഷ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില്ലി ഇതാ അവിടെ. ഓ, ഇത് ഇവൾക്ക് ഇഷ്ടമുള്ള ചില്ലിയാണ്, ഡ്രൈ അല്ല, മറ്റേത് ചില്ലി ചിക്കൻ. അപ്പൊ അത് പിന്നെ പപ്പടം പൊരിക്കുമ്പോ ഇവിടെ കോമഡി കാണാം. ഓടും ചിലപ്പോ, അല്ല ഓടും, ഇവൾക്ക് പേടിയാണ്. പപ്പടം ചെല്ല പൊരിക്കണ വെറുതെ അല്ല, കുഴപ്പമില്ല. പപ്പടം പൊരി ഞാൻ ഏറ്റെടുത്ത് നോക്കുമ്പോ തന്നെ ഇങ്ങനെ 2 കെട്ടുണ്ട് കൊടുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, പക്ഷെ 1 പൊരിക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്നും പൊരിക്കണ്ട, എന്തത് അതിന് മാത്രം ആളില്ലല്ലോ, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഞാനാണ് പപ്പടം പൊരിക്കണത്. അപ്പൊ ഞങ്ങൾ 2 ആളെ ഏറ്റെടുത്ത് കുക്കിങ്. താത്താക്ക് കുറച്ച് റെസ്റ്റ്, കുറെ നേരമായി പാവം. അപ്പൊ നമുക്ക് തുടങ്ങാം. പ്രകൃതിയായി പപ്പടം പൊരിച്ചോണ്ടിരിക്കുന്നു. പപ്പടം പൊരിക്കല് ഞാൻ നല്ല കല ഉണ്ട് എന്നൊക്കെ മനസ്സിലായി, നല്ല പൊള്ളക്കുന്നുണ്ട്. അപ്പോ സെറ്റാണ്. ഇവിടെ ഒരു സൈഡിൽ മീനും. ഇത് കണ്ട് പൊള്ളച്ചിട്ടില്ല, എന്നാലും ഓക്കെ. ഞാൻ കാണിച്ചു ഇപ്പൊ സെറ്റാക്കും. ഓ, പൊള്ളച്ചില്ല. അപ്പൊ നിർത്തിക്കളെ പൊള്ളച്ചതിൽ കിടക്കുണ്ടാവുന്നൊക്കെ. അപ്പതാ ഫെയിലായി. 2ാമത്തെയും പൊള്ളച്ചില്ല, അത് കരിയിക്കണുണ്ട്. എന്തൊക്കെ ആക്കണം ഏറ്റെടുത്തിട്ട്. അങ്ങനെ നമ്മളെ ഈദിന്റെ എൻ്റെ പാൻറ്റും കുറച്ച് സാധനങ്ങളൊക്കെ ഇതാ ഈദിനാണ് വന്നത്. മുന്നേ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അവർ ഈദിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതാ ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. എന്തായാലും
ഇതിന് പിന്നെ അവള് ഷർട്ട് എടുത്തുന്ന കാരണം അപ്പോൾ അത് ഇടാൻ പറ്റി. ഇതിലൊരു പാൻ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞെങ്കിലും സാധനം കിട്ടി. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്കായി. താത്താടെ മട്ടൻ ദം ബിരിയാണി ഒരു രക്ഷയില്ല. അപ്പൊ അത് നമ്മള് കാണുമ്പോ അടിപൊളിയാണെങ്കിൽ കഴിക്കുമ്പോ നോക്കാം. അങ്ങനെ എന്താ ഫിറു ബിരിയാണി വേറൊരു പാത്രത്തേക്ക് മാറ്റിന്. ഫിറു വീഡിയോക്ക് വേണ്ടിട്ട് നൈസായിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടാ, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണോ എന്തെങ്കിലും ഒന്ന് എന്നിട്ടൊന്ന് തല്ലുവിടണം. അങ്ങനെ ഞങ്ങളെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ താത്താടെ ചിക്കൻ ചില്ലിയാണ്. ഒന്നും പറയാല്ല, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. കഥ അല്ല മട്ടൻ ബിരിയാണി, പപ്പടം, മീൻ പൊരിച്ചത് എല്ലാം ഉണ്ട്. അത് ചോറ് പോരും. അപ്പൊ ഗൈസ് എല്ലാരും സെറ്റ് ആയിരിക്കണം, ആണുങ്ങൾ മാത്രമേ വരാനുള്ളൂ. മുന്നില് ഇരുന്നിട്ടുണ്ട്. ഇതോടെ നമ്മളിവിടെ അതെ 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 പിള്ളേരൊക്കെ സെറ്റ് ആയിരുന്നുണ്ട്. ഒരുപാട് പ്ലേറ്റ് ആണിത്. രണ്ട് സൈഡിലും ചില്ലി ചിക്കൻ, പപ്പടം, മീന്, അടിയിൽ മട്ടൻ ബിരിയാണി. ഹെവി പരിപാടി. അപ്പൊ കഴിച്ചോളി, തുടങ്ങിക്കോളി. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഹൈറാക്കട്ടെ. ആമീ 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 യാ റബ്ബൽ ആലമീൻ. അതെ അതെ ആമീ. പെട്ടെന്ന് കുട്ടികളൊക്കെ പ്ലേറ്റിൽ നിന്ന് മട്ടൻ വാങ്ങി. പക്ഷെ മാക്സിമം ഇതിലേക്ക് തോന്നുന്നത് എല്ലാം എന്നാലും വേണ്ടില്ല, എപ്പോഴും കിട്ടുന്നല്ലേ. അൽഹംദുലില്ലാ റിയാസ്കാക്ക് നല്ല കൊടുക്കട്ടെ. നല്ല കൊടുക്കണം, നല്ല നല്ലത്. അവര് ഫാമിലിക്ക് ഇത് ഉണ്ടാക്കിയവർക്ക് എല്ലാവർക്കും മെയിൻ ആളിതാണ്. ഗൈസ് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കല് അതിന്റെ ഇടയിൽ ഞാന് അജുവിന്റെ ഫാമിലി ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്നതാ അടുത്ത സെക്ഷൻ. നമ്മളെ പിള്ളേരായിട്ട് സുകന്യേച്ചി എല്ലാരായിട്ടും പോവാണ്. നമ്മളെ ദിബാബയുടെ ദിബാബയുണ്ട്, നമ്മൾ മുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടുന്നാണ് നമ്മള് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും 5 മണിയൊക്കെ ആയി. അപ്പോഴാണ് അങ്ങ് ഫോട്ടോസ് എടുക്കാൻ പോകണം. അപ്പൊ ഇനിയിപ്പോ ലേറ്റ് പോകും, പെട്ടെന്ന് പോട്ടെ. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എടുത്തിട്ട് അപ്പൊ അങ്ങനെ പെരുന്നാൾ അവസാനിക്കും. പിന്നെ ദുബായ് ഷാർജ അങ്ങനത്തെ പ്ലാനൊന്നും ഇല്ല, ഇവൾക്ക് വയ്യാത്തോണ്ട് പോണില്ല. അപ്പോ ചിലപ്പോ നാളെ പോകും, ഇല്ലെങ്കിൽ പോവില്ല. ഇവിടെ മൂഡ് പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങള് തീരുമാനിക്കുക. അപ്പൊ അവിടെ പോയിട്ട് കാണാം. ചീനിന്ന് ഞങ്ങള് ഓർഡർ ചെയ്തിട്ട് വന്ന സൺഗ്ലാസ് ആണ്. അതിന്റെ പൊലിമേലാണ് മറ്റാള്. സംഭവം ഞങ്ങൾ അതിനെ എടുത്ത് പറയാൻ കാരണം പ്രൊഡക്റ്റ് ഒരു രക്ഷയില്ലട്ടാ. ക്വാളിറ്റി സൺഗ്ലാസ് ഒരു രക്ഷയില്ല, പെട്ട സാധനം. ഇവിടെ ഇതൊക്കെ എല്ലാം ഇഷ്ടമായി. ഇവിടെ ഡ്രസ്സിക്ക് ഒത്തിട്ട് തന്നെ. എന്റെ എന്താ പാട് ഗ്ലാസ് എടുത്തിട്ട് നോക്കിയാലൊക്കെ ശരിക്കും കണ്ണാണുള്ളൂ. അങ്ങനെ നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു വിധമായി. മക്കള് അവിടെ കളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ. ബാക്കി നമ്മള് നല്ല സുഖം അവിടെ ഇരിക്കാന്, ഒരു രക്ഷയില്ല. അതെ, റിയാസ്ക അവിടെ കയ്യേറ്റ് കാട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്. നല്ല രസം. പക്ഷെ ഇവിടെ ഒരു ചായക്കട വേണം ശരിക്കും. സത്യം പറഞ്ഞ ചായ കുടിച്ചിട്ടില്ല, കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതാണ് ഇനി നെക്സ്റ്റ് പരിപാടി. അതോടെ നമ്മൾ ഇത് ഒരു 1 ഡേ അവസാനിച്ച്. അപ്പൊ ഇതൊക്കെ നല്ലൊരു ഇതായിരുന്നു. താത്ത റിയാസ്ക അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാ പ്രാവശ്യം അവർക്ക് ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റട്ടെ, വിധി ഉണ്ടാവട്ടെ, പ്രാപ്തി ഉണ്ടാവട്ടെ, വർഷവും അതിനുള്ള കൊടുക്കട്ടെ അവർക്ക്. റിയാസ്കാക്ക് അതിന് ഫണ്ട് എടുക്കാനും താത്താക്ക് ഉണ്ടാക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ഒക്കെ കൊടുക്കട്ടെ. ആമീൻ. അപ്പൊ എന്തായാലും നമ്മള് ഇനി ജസ്റ്റ് ചായ കുടിക്കുന്ന ഭാഗം കൂടി എടുത്തിട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പോ കാണാം. ഗൈസ് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു. ഞങ്ങളെന്നും വരുന്ന ഷോപ്പിൽ അമ്മൂറിൽ വന്ന് ഒരു ചായ, ഞാൻ ഒരു വെള്ളം കുടിച്ച്. നല്ല ക്ഷീണം, ഉറങ്ങിയില്ലല്ലോ. വണ്ടി കയറിയപ്പോഴും ക്ഷീണോ, എല്ലാരും പുറത്തിരിക്കുമ്പോ ക്ഷീണം തോന്നിയില്ല. വണ്ടി കയറി ഭയങ്കര ക്ഷീണം. അപ്പൊ ഇനി പോയി ഒന്ന് കെടുക്കണം.
അപ്പോ പെരുന്നാളൊക്കെ അടിപൊളിയായിട്ടാണ് പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ സിമ്പിളായിട്ട്. ഞങ്ങളെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.